ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് സൈക്കോളജിയിലെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഇമോഷണൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഇമോഷൻസ് എന്താണ്, അതിൻ്റെ ബേസിക് നേച്ചർ എന്താണെന്നൊക്കെ ഉള്ളത് നോക്കാം. ഇമോഷൻസിന് APA കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ് ആദ്യം നമ്മൾ പറയുന്നത്. ഇമോഷൻസ് ആർ കോൺഷ്യസ് മെൻ്റൽ റിയാക്ഷൻസ് സച്ച് ആസ് ആങ്കർ ഓർ ഫിയർ subjectively experienced as strong feelings usually directed towards a specific object and typically accompanied by physiological and behavioral changes in the body. അതായത് ഇതിൽ നമുക്കിപ്പോൾ ബോൾഡായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതാണ് ഇമോഷൻസിൻ്റെ ബേസിക് കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ്, കോൺഷ്യസ് മെൻ്റൽ റിയാക്ഷൻസ്. അതായത് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഉണ്ടാവുന്ന നമ്മൾ കാണിക്കുന്ന മെൻ്റൽ റിയാക്ഷൻസ് ആണ് ഇമോഷൻസ്. ആൻഡ് സബ്ജക്റ്റീവ്ലി എക്സ്പീരിയൻസ്ഡ്, അതായത് ഓരോരുത്തരും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. ആൻഡ് ഡിറക്റ്റഡ് ടുവാർഡ്സ് എ സ്പെസിഫിക് ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഗോളിനോട് ഡിറക്റ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ഇമോഷൻസ് കാണിക്കുന്നുണ്ടാവുക. ആൻഡ് അക്കമ്പനീഡ് ബൈ ഫിസിയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ്. നമുക്ക് ഇമോഷൻ ഉണ്ടാകുന്ന സമയത്ത് ഫിസിയോളജിക്കലി കുറച്ച് ചേഞ്ചസ്, ബോഡിലി ചേഞ്ചസ് കാണിക്കാം, അതുപോലെ ബിഹേവിയറൽ ചേഞ്ചസും കാണിക്കാം. ഇതാണ് ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ് എന്ന് പറയുന്നത്. And emotions are mental states brought on by neurophysiological changes variously associated with thoughts, feelings, behavioral responses, and a degree of pleasure or displeasure. ഇമോഷൻസിന് ഇങ്ങനെയും പറയാം, അതായത് ന്യൂറോഫിസിയോളജിക്കൽ ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്നതാണ് ഇമോഷൻസ് എന്നുള്ളത്. അതായത് നമുക്കൊരു തോട്ട്സോ ഫീലിങ്സോ വരുന്നു, അതിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ബോഡി റിയാക്ഷൻസ് കാണിക്കുന്നു, എന്നിട്ട് നമ്മുടെ മൈൻഡ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് ഇമോഷൻസ് കാണിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദ ടൈപ്പ് ഓഫ് ഇമോഷൻ എ പേഴ്സൺ എക്സ്പീരിയൻസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി സർക്കംസ്റ്റൻസ് ദാറ്റ് ട്രിഗേഴ്സ് ദി ഇമോഷൻ. അതായത് ഓരോരുത്തരും ഇമോഷൻസിന് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളത് ആ ഇമോഷനെ ട്രിഗർ ചെയ്തിട്ടുള്ള സർക്കംസ്റ്റൻസ് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇമോഷൻ ഈസ് എ കോംപ്ലക്സ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ്, അതായത് ബേസിക് ആയിട്ടുള്ള 3 കോമ്പണൻസ് ആണ് പറയുന്നത്. ഇമോഷൻസിൻ്റെ 3 കോമ്പണൻസ്, അതായത് ഫിസിയോളജിക്കൽ അറോസൽ, എക്സ്പ്രസീവ് ബിഹേവിയർ, കോൺഷ്യസ് എക്സ്പീരിയൻസ്. അതായത് ആദ്യം നമുക്ക് എന്തെങ്കിലും ഒരു ഫിസിയോളജിക്കൽ അറോസൽ ഉണ്ടാവുന്നു. ഇപ്പം ഹാർട്ട് ബീറ്റ് നമ്മൾ പേടിച്ചു, അതുകൊണ്ട് ഹാർട്ട് ബീറ്റ് റേസ് ആവുന്നു എന്നുള്ളത്. ആദ്യം ഹാർട്ട് ബീറ്റ് റേസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അതെന്താണ്, ഫിയർ ആണ് എന്നുള്ളത്. എന്നിട്ട് എക്സ്പ്രസീവ് ബിഹേവിയർ, നമ്മൾ ഇപ്പോൾ ഒരു പട്ടിനെ കണ്ടതാണെങ്കിൽ നമുക്ക് ആദ്യം ഹാർട്ട് ബീറ്റ് റേസ് ആവുന്നു, അല്ലെങ്കിൽ സ്വെറ്റിംഗ് ഉണ്ടാവുന്നു, അതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തതിന് ശേഷമാണ് എക്സ്പ്രസീവ് ബിഹേവിയർ ആയിട്ടുള്ള നമ്മൾ ഓടുന്ന അല്ലെങ്കിൽ ഫിയർ ഉണ്ടാവുന്നു എന്നുള്ള കാര്യം വരുന്നത്. ആൻഡ് കോൺഷ്യസ് എക്സ്പീരിയൻസ്, അത് നമ്മളിപ്പോഴും നമുക്കുണ്ടാകുന്ന സബ്ജക്റ്റീവ് ഫീലിംഗ് ആണ് ഇവിടെ ഇമോഷനായിട്ട് വരുന്നത്. ആൻഡ് ഇമോഷൻസ് ഇൻഫ്ലുവൻസ് തിങ്കിങ്, ബിഹേവിയർ, റിലേഷൻഷിപ്സ് ആൻഡ് മോട്ടിവേഷൻ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇമോഷൻസ് എപ്പോഴും എന്താണ്, നമ്മളെ തിങ്കിങ്ങിനെയും ബിഹേവിയറിനെയും അതുപോലെ മറ്റുള്ളവരായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, അതുപോലെ നമ്മുടെ മോട്ടിവേഷനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു, ഇനിയാണ് നമ്മൾ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു എമർജൻസ്, എക്സ്പ്രഷൻ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെഗുലേഷൻ ഓഫ് ഇമോഷൻസ് അക്രോസ് ദി ലൈഫ് സ്പാൻ. അതായത് ത്രൂ ഔട്ട് നമ്മുടെ ലൈഫ് സ്പാന് നമ്മുടെ ഇമോഷൻസിൻ്റെ എക്സ്പ്രഷനും നമ്മളതിനെ മനസ്സിലാക്കുന്ന രീതിയും നമ്മൾ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിനാണ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓരോ ഇമോഷൻസ് ഏത് സമയത്ത് നമുക്ക് എമേർജ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. സോ നമുക്ക് ടൈപ്സ് ഓഫ് ഇമോഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ബേസിക് പ്രൈമറി ഇമോഷൻസ്. ബേസിക് ഇമോഷൻസ് അല്ലെങ്കിൽ പ്രൈമറി ഇമോഷൻസ്. ഈ പ്രൈമറി ഇമോഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഇന്നേറ്റ് ആയിരിക്കും, അതായത് നമുക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഇമോഷൻസ് ആയിരിക്കും ബേസിക് ഇമോഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് അത് എല്ലാവർക്കും യൂണിവേഴ്സലി എല്ലാവർക്കും സെയിം ആയിരിക്കും. ആൻഡ് പോൾ എക്മാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത് 6 ബേസിക് ഇമോഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ്: ഹാപ്പിനെസ്, സാഡ്നെസ്, ഫിയർ, ആങ്കർ, സർപ്രൈസ് ആൻഡ് ഡിസ്ഗസ്റ്റ്. ഈ 6 ബേസിക് ഇമോഷൻസ് ആണ് പോൾ എക്മാൻ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തത്. ഇത് നമുക്കറിയാം, ഈ 6 പറഞ്ഞിട്ടുള്ള ഇമോഷൻസും യൂണിവേഴ്സലാണ്, അതായത് എല്ലാവർക്കും ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും.
ആൻഡ് സാഡ്നെസ് എന്ന് പറഞ്ഞാൽ സാഡ്നെസ്, ഫിയർ, ആങ്കർ, സർപ്രൈസ്, ഡിസ്ഗസ്റ്റ്. ഇത് ലോകത്ത് എവിടെ ആണെങ്കിലും ആർക്കും ഉണ്ടാവുന്ന എക്സ്പീരിയൻസസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഇമോഷൻസ് ആണ്. ആൻഡ് ദീസ് ഇമോഷൻസ് ആർ എക്സ്പ്രസ്ഡ് ത്രൂ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ഫിസിയോളജിക്കൽ റെസ്പോൺസസ്. ഈ ബേസിക് ഇമോഷൻസ് എന്ന് പറയുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലെ ഫിസിയോളജിക്കൽ റെസ്പോൺസസിലൂടെയും കാണിക്കാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് ബേസിക് പ്രൈമറി ഇമോഷൻസ്. ഇനി പ്രൈമറി ഇമോഷൻസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത്, ഇറ്റ് എമേർജ് വിത്തിൻ ദ ഫസ്റ്റ് 6 months ആഫ്റ്റർ ബർത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് 6 months തന്നെ എന്താക്കുന്നുണ്ട്, പ്രൈമറി ഇമോഷൻസ് എമേർജ് ചെയ്യുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത്, അതായത് ജനിച്ചപാട് ഏത് ഇമോഷൻസാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ജനിച്ചപാട് തന്നെ കുട്ടികൾ ഇമോഷൻസ് കാണിക്കുന്നുണ്ട്, പക്ഷേ അത് ഒരു അഡൾട്ട് കാണിക്കുന്ന പോലെ ആയിരിക്കില്ല. ബേബീസ് ഷോ കണ്ടെന്റ്മെന്റ് ബൈ സ്മൈലിംഗ്. അതായത് സ്മൈലിംഗ് എന്ന് പറയുമ്പോൾ ബർത്ത് ജനിച്ചപാടല്ല, ഒരു വിത്തിൻ വീക്സിൻ്റെ ഉള്ളിൽ കുട്ടി കാണിക്കുന്ന ഒരു ഇമോഷനാണ് കണ്ടെന്റ്മെന്റ് എന്നുള്ളത്. ആ ഒരു കുട്ടികൾ സ്മൈൽ ചെയ്യുന്നുണ്ട്, അതിലൂടെ കാണിക്കുന്നതാണ് കണ്ടെന്റ്മെന്റ്. ആൻഡ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എങ്ങനെയാണ്, ഒരാളിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ഒരു ഇൻക്വിസിറ്റീവ്ലി അവർ ലുക്ക് ചെയ്യുന്നത്, നോക്കുന്നതിലൂടെ എന്താണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ അവർ ഡിസ്ട്രെസ് കാണിക്കുന്നുണ്ട്, കരയുന്നതിലൂടെയും അവർക്ക് വിശക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ കരയുന്നുണ്ട് അല്ലേ, കരയുന്നത് എന്താണ്, അവർ ഡിസ്ട്രെസ് കാണിക്കുന്നതാണ്. ഇതാണ് ഫസ്റ്റ് ഡേയ്സിൽ കാണിക്കുന്ന ഇമോഷൻസ്. ഒരു ബേബി ഫസ്റ്റ് വീക്സിൽ അല്ലെങ്കിൽ ഇനീഷ്യൽ ഡേയ്സിൽ കാണിക്കുന്നതാണ് കണ്ടെന്റ്മെന്റ്, ഡിസ്ട്രെസ്, ഇൻട്രസ്റ്റ്. ആൻഡ് ഒരു 3 months ആവുന്ന സമയത്തിനും ഈ കണ്ടെന്റ്മെന്റും ഡിസ്ട്രെസ്സും മാറിയിട്ട് കണ്ടെന്റ്മെന്റ് എന്നുള്ളത് ജോയ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ട്. ദേ ഷോ കണ്ടെന്റ്മെന്റ് ഇൻ ദ ഫോം ഓഫ് ജോയ് അറ്റ് ദ സൈറ്റ് ഓഫ് എ ലവ്ഡ് വൺ. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണുന്ന സമയത്ത് അവർ എന്താക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്ലഷർ കാണിക്കുന്നത് എങ്ങനെയാണ്, ജോയ് എന്നുള്ള രീതിയിലായിരിക്കും. കണ്ടെന്റ്മെന്റ് എന്നുള്ളത് മാറി ജോയ് ആവുന്നുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റ് എന്നുള്ളത് പിന്നീട് എന്താവുകയാണ്, സർപ്രൈസ് ആവുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ 3 months ഒക്കെ കഴിഞ്ഞ് ബേബിൻ്റെ അടുത്ത് പീക്കപ്പൂ കളിക്കുന്ന സമയത്ത് അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പീക്കപ്പൂ എന്ന് പറഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് ചിരിക്കുക അല്ലെങ്കിൽ വണ്ടർ അടിച്ച് നിൽക്കുന്നില്ലേ, സർപ്രൈസ്ഡ് ആവുകയല്ലേ ചെയ്യുന്നത്. അതാണ് ഉദ്ദേശിച്ചത്, സർപ്രൈസ്. ഇൻട്രസ്റ്റ് എന്നുള്ളത് മാറിയിട്ട് സർപ്രൈസ് ആയി. ആൻഡ് ഡിസ്ട്രെസ് എന്നുള്ളത് മാറിയിട്ട് എന്തായി, സാഡ്നെസ് ആയി. കുറച്ചും കൂടെ നെഗറ്റീവ് ഇമോഷൻ എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്, സാഡ്നെസ് എന്നുള്ളതിലേക്ക്. അതായത് അവർക്ക് ഇഷ്ടമുള്ള ഒരാൾ അവരുടെ അടുത്തുനിന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഒരു സാഡ്നെസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഡിസ്ഗസ്റ്റും കൂടെ കാണിക്കുന്നുണ്ട്. നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ടുള്ള സാഡ്നെസ്സും ഡിസ്ഗസ്റ്റും ആണ് ഡിസ്ട്രെസ്സിന് പകരം പിന്നീട് കാണിക്കാൻ തുടങ്ങുന്നത്. അതായത് നമ്മൾ അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഫുഡാണ്, അല്ലെങ്കിൽ മാറിയൊരു ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഒരു ബാഡ് എക്സ്പ്രഷൻസ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു എക്സ്പ്രഷൻസ് കാണിക്കുന്നുണ്ട്. അതാണ് ഡിസ്ഗസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാം, ഫസ്റ്റ് ഇനീഷ്യൽ ഡേയ്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്യൂ വീക്സിൽ കുട്ടികൾ കാണിക്കുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് കണ്ടെന്റ്മെൻറ്റും ഇൻട്രസ്റ്റും ഡിസ്ട്രെസ്സും ആണ്. അത് പിന്നീട് 3 months കഴിയുന്ന സമയത്ത് എന്താവുന്നുണ്ട്, കണ്ടെന്റ്മെൻറ്റ് മാറിയിട്ട് ജോയ് ആവുന്നുണ്ട്, ഇൻട്രസ്റ്റ് മാറിയിട്ട് സർപ്രൈസ് ആവുന്നുണ്ട്, ഡിസ്ട്രെസ് മാറിയിട്ട് സാഡ്നെസ്സും ഡിസ്ഗസ്റ്റും ആവുന്നുണ്ട്. ആൻഡ് ഒരു 4 to 6 months ആവുന്ന സമയത്ത് 3 months ഇത്രയും കാണിച്ചു, 4 to 6 months ആവുന്ന സമയത്ത് എന്താക്കുന്നുണ്ട്, അവർ ആങ്കർ കാണിച്ചു തുടങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിയറും കാണിക്കുന്നുണ്ട്. ആങ്കറും ഫിയറും കാണിക്കുന്നത് എപ്പോഴാണ്, 4 to 6 months. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇനീഷ്യൽ ഡേയ്സിൽ കണ്ടെന്റ്മെൻറ്റും ഇൻട്രസ്റ്റും ഡിസ്ട്രെസ്സും കാണിച്ചു. 3 months ആവുന്ന സമയത്ത് ജോയും സർപ്രൈസും സാഡ്നെസ്സും ഡിസ്ഗസ്റ്റും കാണിച്ചു. ആൻഡ് കുറച്ചും കൂടെ 4 to 6 months ആവുന്ന സമയത്ത് ആങ്കറും ഫിയറും കാണിച്ചു. ഇതാണ് പ്രൈമറി ഇമോഷൻസിൻ്റെ ഒരു എമർജൻസ് എന്ന് പറയുന്നത്. പ്രൈമറി ഇമോഷൻസ് എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത്. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻഫൻസിയിലെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാനും പറ്റുന്നതാണ്. ഇത് ഇൻഫൻസിയിലുള്ളതാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. പ്രൈമറി ഇമോഷൻസ് ചോദിച്ചാൽ അതിൻ്റെ കൂടെ എഴുതാം, അതുപോലെ ഇൻഫൻസിയിൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ചോദിച്ചാലും എഴുതാം. അടുത്തൊരു ടൈപ്പ് ഓഫ് ഇമോഷനാണ് സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ്. സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്.
സെൽഫ് കോൺഷ്യസ്, അതായത് ഒരു സെൽഫ് അവെയർനെസ് ആവശ്യമാണ് ഇങ്ങനെയുള്ള ഇമോഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ദീസ് റിക്വയർ സെൽഫ് അവെയർനെസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ബിഹേവിയർ. നമ്മൾ ചെയ്തൊരു ബിഹേവിയറിനെ നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് സെൽഫ് അവെയർ ആയിക്കൊണ്ട് കാണിക്കുന്ന ഇമോഷൻസ് ആണ് സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ്. ഇതിന് എക്സാമ്പിളാണ് ഷെയിം, ഗിൽറ്റ്, പ്രൈഡ്, എംബ്രാസ്മെൻറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബേബി അല്ലെങ്കിൽ ടോഡ്ലർ എന്താക്കുന്നത്, ഗ്ലാസ് പൊട്ടിച്ചെന്ന് വിചാരിക്കാം. ടോഡ്ലറിൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് പൊട്ടിപ്പോയി. അപ്പം ഷെയിം അല്ലെങ്കിൽ ഗിൽറ്റ് ഉള്ളത് കൊണ്ട് കുട്ടി എന്താക്കുന്നു, ഹൈഡ് ചെയ്യുന്നു. ഇതെന്താണ്, സെൽഫ് കോൺഷ്യസ് ഇമോഷനാണ്. അവർക്കറിയാം അവർ ചെയ്ത ഒരു ബിഹേവിയർ തെറ്റാണ്, അല്ലെങ്കിൽ അവരതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അവെയർ ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ഒരു ഇമോഷനാണ് ഇവിടെ ഷെയിം അല്ലെങ്കിൽ ഗിൽറ്റ് എന്ന് പറയുന്നത്. ദിസ് യൂഷ്വലി അപ്പിയർ അറൗണ്ട് 2 to 3 years ഓഫ് ഏജ്. അതായത് ഒരു ഏർലി ചൈൽഡ്ഹുഡിലാണ് അല്ലെങ്കിൽ ടോഡ്ലർഹുഡിലാണ് എന്ത് കാണിക്കുന്നത്, സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് എമേർജ് ചെയ്ത് തുടങ്ങുന്നത്. ആൻഡ് അടുത്തൊരു ടൈപ്പ് ഓഫ് ഇമോഷനാണ് മിക്സ്ഡ് ഇമോഷൻസ്. മിക്സ്ഡ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ 2 ഇമോഷൻസ് ഒക്കറിങ് സൈമൾട്ടേനിയസ്ലി. അതായത് ഒരേ സമയത്ത് തന്നെ 2 തരത്തിലുള്ള ഇമോഷൻസ് കാണിക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫീലിംഗ് ഹാപ്പി ആൻഡ് സാഡ് അറ്റ് ദ സെയിം ടൈം. ഹാപ്പിയാണ് സാഡും ആണ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു പുറത്തുള്ളൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടി എന്നുള്ളത് ആലോചിക്കുമ്പം ഹാപ്പിയാണ്. പക്ഷേ വീട്ടിൽ നിന്ന് മാറി നിൽക്കണമല്ലോ, വീട്ടുകാരെ മിസ് ചെയ്യുമല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ സാഡാണ്. 2 ഫീലിങ്സും ഒരുമിച്ച് വരുന്ന അതാണ് മിക്സ്ഡ് ഇമോഷൻസ്. ഇത് കുറച്ചും കൂടെ ഈ ഒരു മിക്സ്ഡ് ഇമോഷൻസ് എമേർജ് ചെയ്ത് തുടങ്ങുക ഒരു മിഡിൽ ചൈൽഡ്ഹുഡ് ആവുന്ന സമയത്തായിരിക്കും. ഒരു 4 to 5 years സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളൊരു കാര്യമാണ് വീൽ ഓഫ് ഇമോഷൻസ് എന്ന് പറയുന്നത്. വീൽ ഓഫ് ഇമോഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേര് നോട്ട് ചെയ്ത് വെക്കുക. റോബർട്ട് പ്ലട്ചിക് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും ഒരു ഇമോഷൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് വന്നതാണ്. പ്ലട്ചിക് അതിനെ വീൽ ഓഫ് ഇമോഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് മോഡൽ ഡെമോൺസ്ട്രേറ്റഡ് how different emotions can be combined or mixed together, much like the way an artist mixes primary colors to create other colors. നമുക്കറിയാം, ഇതിൻ്റെ ഒരു പിക്ചർ ഉണ്ട് ശരിക്കും, അത് എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഗൂഗിള് സെർച്ച് ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്കൊരു പിക്ചർ കിട്ടും. അതായത് നമ്മളിപ്പോൾ ആർട്ടിസ്റ്റുകൾ എന്താക്കുന്നുണ്ട്, പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്തിട്ട് സെക്കൻഡറി കളേഴ്സും ടെർഷറി കളേഴ്സും ഒക്കെ ആക്കുന്നില്ലേ, അതുപോലെ തന്നെ ഇമോഷൻസിനും പ്രൈമറി ഇമോഷൻസും നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് വേറെ സെക്കൻഡറി ഇമോഷൻസും അല്ലെങ്കിൽ കമ്പൈൻഡ് ഇമോഷൻസും ഒക്കെ കാണിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്ലട്ചിക് പറഞ്ഞിട്ടുള്ളത്. പ്ലട്ചിക് പ്രൊപ്പോസ്ഡ് 8 പ്രൈമറി ഇമോഷണൽ ഡിമെൻഷൻസ്. ഇമോഷണൽ ഡയമെൻഷൻസ് ആയിട്ടാണ് പ്ലട്ചിക് കൊണ്ടുവന്നിട്ടുള്ളത്. എക്മാൻ പറഞ്ഞത് എന്താണ്, 6 പ്രൈമറി ഇമോഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. പ്ലട്ചിക് പറഞ്ഞിട്ടുള്ളത് 8 പ്രൈമറി ഇമോഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അത് തന്നെ ഡിമെൻഷൻസ് ആയിട്ടാണ്. അതായത് ജോയ് വേഴ്സസ് സാഡ്നെസ്, ആങ്കർ വേഴ്സസ് ഫിയർ, ട്രസ്റ്റ് വേഴ്സസ് ഡിസ്ഗസ്റ്റ് ആൻഡ് സർപ്രൈസ് വേഴ്സസ് ആൻറ്റിസിപ്പേഷൻ. ഇങ്ങനെ 4 ഡിമെൻഷൻസിലായിട്ടാണ് 8 പ്രൈമറി ഇമോഷൻസ് ഉള്ളതെന്നാണ് റോബർട്ട് പ്ലട്ചിക് പറഞ്ഞിട്ടുള്ളത് ത്രൂ വീൽ ഓഫ് ഇമോഷൻസ്. These emotions can then be combined to create other such emotions. ഈ 8 ഇമോഷൻസിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ട് വരുന്നതാണ് ബാക്കിയുള്ള ഇമോഷൻസ് എന്നാണ് പറഞ്ഞത്. അതായത് അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹാപ്പിനെസ് പ്ലസ് ആൻറ്റിസിപ്പേഷൻ ഈക്വൽ ടു എക്സൈറ്റ്മെൻറ്റ്. ഹാപ്പിനെസ്സും ആൻറ്റിസിപ്പേഷനും മിക്സ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഇമോഷനാണ് എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വീൽ ഓഫ് ഇമോഷൻസ്. ഇതിനെ കുറച്ചും കൂടെ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ആ ഒരു വീൽ ഓഫ് ഇമോഷൻ്റെ പിക്ചർ നിങ്ങൾ ഗൂഗിളിൽ നോക്കുക, അല്ലെങ്കിൽ ഗൂഗിളിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. ഗൂഗിളിൽ നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും. അത് വെച്ചിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കുക പ്രൈമറി ഇമോഷൻസ് ഏതാണ്, സെക്കൻഡറി ഇമോഷൻസ് ഏതാണ്, കമ്പൈൻഡ് ഇമോഷൻസ് ഏതാണെന്നുള്ളത് നോക്കി വെക്കാം. ഇനിയാണ് നമുക്ക് ഓരോ ഏജസിലും എങ്ങനെയാണ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് കാണിക്കുന്നത് എന്നുള്ളത് നോക്കുന്നത്. ഇമോഷണൽ ബിഹേവിയർ അക്രോസ് ദി ലൈഫ് സ്പാൻ. ഫസ്റ്റ് വരുന്നത് ഇൻഫൻസി. ഇൻഫൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏജ് ഗ്രൂപ്പ് വരുന്നത് ഫ്രം ബർത്ത് ടു 2 years. ഞാനിതിൽ പോയിൻറ്റ്സൊക്കെ വളരെ സിമ്പിളായിട്ടാണ് PPTയിൽ കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴും വിഷ്വൽ ക്യൂസാണ് നമ്മുടെ മൈൻഡിൽ നിൽക്കുക. അപ്പോൾ
കുറേ ഡീറ്റെയിൽസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കതൊന്നും ഓർമ്മയില്ലാണ്ടിരിക്കും. അതുകൊണ്ട് എക്സാമിന് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ PPT ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റ്സ് എന്തായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക ആൻസർ ചെയ്യുന്ന സമയത്ത്. അതിനെ തന്നെ കുറച്ചും കൂടെ നമുക്ക് പറ്റുന്ന രീതിയിൽ എക്സാമ്പിൾസും കാര്യങ്ങളും കൊടുത്ത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻഫൻസിയിൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെരി ഏർലിയർ ലൈഫിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈവൺ ഇൻ അറ്റ് ബേർത്ത് തൊട്ട് തന്നെ എന്താക്കുന്നുണ്ട്, ഇമോഷൻസ് കാണിച്ച് തുടങ്ങുന്നുണ്ട്. ഇപ്പം ഏർലി ഇമോഷണൽ എക്സ്പ്രഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ന്യൂ ബോൺസ് എക്സ്പ്രസ് ഡിസ്ട്രസ് ആൻഡ് പ്ലഷർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ടന്റും ഡിസ്ട്രസ്സും ആണ്, കണ്ടന്റ്മെൻറ്റും ഡിസ്ട്രസ്സും ആണ് കാണിക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. കണ്ടന്റ്മെൻറ്റിന് പകരം പ്ലഷർ എന്നാണ് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം. അപ്പം ന്യൂ ബോൺസ് എക്സ്പ്രസ് ചെയ്യുന്ന 2 ഇമോഷൻസ് ആണ് ഡിസ്ട്രസ്സും പ്ലഷറും, അല്ലെങ്കിൽ കണ്ടന്റ്മെൻറ്റ് എന്ന് പറയാം. ആൻഡ് ബേസിക് ഇമോഷൻസ് അപ്പിയർ ഡ്യൂറിങ് ഫസ്റ്റ് 6 months. 6 ബേസിക് ഇമോഷൻസ് നമ്മൾ പറഞ്ഞല്ലോ. ആ ഇമോഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എമേർജ് ചെയ്യുന്നത് ഫസ്റ്റ് 6 monthsലായിരിക്കും. അതായത് ഇൻഫൻസിയിലാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊക്കെ? ജോയ്, ആങ്കർ, സാഡ്നെസ്, ഫിയർ, ഡിസ്ഗസ്റ്റ്, സർപ്രൈസ് ഒക്കെ. ആൻഡ് ഈ ഒരു ഇൻഫൻസിയിൽ നടക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഇമോഷണൽ മൈൽ സ്റ്റോൺസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് സോഷ്യൽ സ്മൈൽ. സോഷ്യൽ സ്മൈൽ എന്ന് പറഞ്ഞാൽ 6 to 8 weeksലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്. ഒരു ഇൻഫൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഹ്യൂമൻ ഫേസസ് കാണുന്ന സമയത്ത് അവരോട് സ്മൈൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനാണ് സോഷ്യൽ സ്മൈൽ എന്ന് പറയാം. അതിപ്പോൾ അവർ അറിയുന്ന ആളാവണം എന്നില്ല, അറിയാത്ത ആളാവണം എന്നില്ല, എല്ലാവരുടെ അവർ ഉണ്ടാക്കുന്നുണ്ട്, സ്മൈൽ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് സോഷ്യൽ സ്മൈൽ എന്ന് പറയാം. ആൻഡ് അടുത്തതാണ് സ്ട്രേഞ്ചർ ആങ്സൈറ്റി. 6 to 9 monthsലാണ് സ്ട്രേഞ്ചർ ആങ്സൈറ്റി കാണിക്കുന്നത്. അതായത് കുട്ടിയുടെ ഫെമിലിയർ ഫേസസ് ആയിട്ടുള്ള മദറോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അല്ലാത്ത ആൾക്കാരെ കാണുന്ന സമയത്ത് അവരെന്താക്കുന്നുണ്ട്, ഡിസ്ട്രസ് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫിയർ കാണിക്കുന്നുണ്ട്. അതാണ് സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ആൻഡ് അടുത്തതാണ് സെപ്പറേഷൻ ആങ്സൈറ്റി. സെപ്പറേഷൻ ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഓൾഡർ ആകുന്ന സമയത്താണ്. ഇൻഫൻസിയുടെ ലാസ്റ്റ് ഫേസസിൽ വരുന്ന സമയത്താണ് എന്താക്കുന്നത്, 12 to 8 months സെപ്പറേഷൻ ആങ്സൈറ്റി കാണിക്കുന്നത്. അതായത് മദർ അല്ലെങ്കിൽ കെയർ ഗിവർ ലീവ് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ അടുത്ത് നിന്ന് അവർ മാറി നിൽക്കുന്ന സമയത്ത് അവർ ഡിസ്ട്രസ് കാണിക്കുന്നുണ്ട്, ഫിയർ അല്ലെങ്കിൽ ക്രൈയിങ് കാണിക്കുന്നതിനെയാണ് സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയാം. ആൻഡ് ദീസ് ഇമോഷൻസ് സ്ട്രെങ്തൻ അറ്റാച്ച്മെൻറ്റ് വിത്ത് കെയർ ഗിവേഴ്സ്. ഈ സ്ട്രേഞ്ചർ ആങ്സൈറ്റിയും സെപ്പറേഷൻ ആങ്സൈറ്റിയും ഒക്കെ നമ്മൾ മോശമാണെന്നായിരിക്കും വിചാരിക്കുക. പക്ഷേ ഒരിക്കലും അത് മോശമല്ല. അത് അവരുടെ കെയർ ഗിവേഴ്സുമായിട്ട് അവർക്ക് അറ്റാച്ച്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് സ്ട്രേഞ്ചർ ആങ്സൈറ്റിയും സെപ്പറേഷൻ ആങ്സൈറ്റിയും. ഇനി ഏർലി ചൈൽഡ്ഹുഡ്, അതായത് 2 to 6 years ഇമോഷണൽ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇമോഷണൽ എബിലിറ്റീസ് എക്സ്പാൻഡ് സിഗ്നിഫിക്കൻ്റ്ലി. കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് കൂടുതൽ ഇമോഷണൽ എബിലിറ്റീസ് കാണിച്ചു തുടങ്ങുന്ന ഒരു ഏജാണ് 2 to 6 years അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വണ് ഡെവലപ്മെൻറ്റ് ഓഫ് സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഇമോഷനാണ് സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അതായത് സ്വന്തം സെൽഫ് അവെയർനെസ്സും ഇവാലുവേഷൻ ഓഫ് ബിഹേവിയറും കൊണ്ട് കാണിക്കുന്ന ഇമോഷൻസ് ആണ്. ലൈക്ക് ഗിൽറ്റ്, ഷെയിം ഒക്കെ പോലുള്ള ഇമോഷൻസ് കാണിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ്? ഏർലി ചൈൽഡ്ഹുഡാണ്, അതായത് 2 to 6 yearsലാണ്. ആൻഡ് ചിൽഡ്രൻ ബിഗിൻ ടു കൺട്രോൾ ഇമോഷണൽ എക്സ്പ്രഷൻസ്. കുറച്ചും കൂടെ ഇമോഷണൽ എക്സ്പ്രഷൻസ് കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അതായത് ഇൻഫൻസിയിലാണെങ്കിൽ അവർ കരയാൻ തോന്നിയാൽ ഏത് സിറ്റുവേഷൻ ആണെന്നൊന്നും നോക്കൂല, അപ്പം കരയും, ലൗഡായിട്ട് കരയും. പക്ഷേ ഏർലി ചൈൽഡ്ഹുഡിലാവുന്ന സമയത്ത് കുറച്ചും കൂടെ അവർ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട്. അതായത് പബ്ലിക് സ്പേസസിലാണെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കരച്ചിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് കരച്ചിലിൻ്റെ സൗണ്ട് കുറക്കാനെങ്കിലും പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏർലി ചൈൽഡ്ഹുഡിലാണ്. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇമോഷൻ റെഗുലേഷൻ അതും സിമിലർ ആണ്. അതായത് ഇമോഷൻസിനെ അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്.
ആൻഡ് ഇൻക്രീസിങ് അണ്ടർസ്റ്റാൻഡിങ് ദ കോസസ് ഓഫ് ഇമോഷൻസ്. അവർക്ക് എന്തുകൊണ്ട് കരച്ചിൽ വരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ചിരി വരുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കാൻ, അവർക്ക് ഇമോഷൻ വരുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ കോസസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഈ പറ്റുന്ന ഒരു ഏജാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചൈൽഡ് മേ ഹൈഡ് ഡിസപ്പോയിൻമെൻറ്റ് ടു അവോയ്ഡ് പണിഷ്മെൻറ്റ്. അതായത് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള കാര്യം എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അത് ഫേഷ്യലി എക്സ്പ്രസ് ചെയ്യാതെ അത് അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തിന്? പണിഷ്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതായത് ഇൻഫൻസിയിലാണെങ്കിൽ ഇപ്പോൾ ഗ്ലാസ് പൊട്ടിച്ചാൽ അവർ ഹൈഡ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ മുഖത്ത് അവർ കാണിക്കുന്നുണ്ട്, ഒരു കള്ളലക്ഷണം കാണിക്കുന്നുണ്ട്. പക്ഷേ ഏർലി ചൈൽഡ്ഹുഡിലാവുന്ന സമയത്ത് അവർക്ക് കള്ളലക്ഷണം കാണിച്ചാലും പണിഷ്മെന്റ് കിട്ടും എന്നറിയാം. അപ്പോൾ ആ കള്ളലക്ഷണം കാണിക്കാതിരിക്കാനും പഠിക്കുന്നുണ്ട്. അതായത് കുറച്ചും കൂടെ കൂടുതൽ കൺട്രോളും ഇമോഷണൽ റെഗുലേഷനും കൂടുതലുള്ളത് ഏർലി ചൈൽഡ്ഹുഡിലാണെന്നാണ് പറഞ്ഞത്. ഇനി മിഡിൽ ചൈൽഡ്ഹുഡ്, അതായത് 6 to 11 years നോക്കുവാണെങ്കിൽ, ചിൽഡ്രൻ ഗെയിൻ ഗ്രേറ്റർ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കൺട്രോൾ. ഏർലിയർ ചൈൽഡ്ഹുഡിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എന്താക്കുന്നുണ്ട്, ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങും കൺട്രോളും ആർക്കുണ്ട്? മിഡിൽ ചൈൽഡ്ഹുഡിലുള്ള കുട്ടികൾക്കുണ്ട്. ഇവിടെ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ബെറ്റർ ഇമോഷൻ റെഗുലേഷൻ. അതായത് നേരത്തെ പറഞ്ഞ നമ്മൾ ഏർലി ചൈൽഡ്ഹുഡിൽ പറഞ്ഞില്ലേ, അതിൽ നിന്നും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കൂടുതൽ അവർക്ക് എന്താക്കാൻ പറ്റുന്നുണ്ട്, ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെയുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് അണ്ടർസ്റ്റാൻഡിങ് ഡിസ്പ്ലേ റൂൾസ്. ഡിസ്പ്ലേ റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ ഇമോഷൻസ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് സോഷ്യലി. അതായത് പുറമേ നമ്മൾ എങ്ങനെയാണ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നുള്ള റൂൾസ് ഉണ്ടല്ലോ, അതാണ് ഡിസ്പ്ലേ റൂൾസ്. ആ ഡിസ്പ്ലേ റൂൾസിനെ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏജ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തുടങ്ങുന്ന ഏജ് എന്ന് പറയുന്നത് മിഡിൽ ചൈൽഡ്ഹുഡിലാണ്. ആൻഡ് ഗ്രോത്ത് ഓഫ് എംപതി ആൻഡ് സിമ്പതി. അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, ആ ഒരു രീതിയിലുള്ള എംപതിയും സിമ്പതിയും ഡെവലപ്പ് ചെയ്യുന്നത് മിഡിൽ ചൈൽഡ്ഹുഡിലായിരിക്കും. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് മിക്സ്ഡ് ഇമോഷൻസ്. അതായത് ഒരേ സമയത്ത് തന്നെ രണ്ട് ഇമോഷൻസ് കാണിക്കാന്നുള്ളതാണ് മിക്സ്ഡ് ഇമോഷൻസ് നമ്മൾ പറഞ്ഞല്ലോ. ആ ലെവലിലുള്ള മിക്സ്ഡ് ഇമോഷൻസ് കാണിച്ചു തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് മിഡിൽ ചൈൽഡ്ഹുഡ് ആണ്. അതുപോലെ ഈ ഒരു ഏജിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതലല്ല എന്നാലും കൂടുതൽ നമുക്ക് എന്താക്കാം, പിയർ റിലേഷൻഷിപ്സ് കുറച്ചും കൂടെ അവരെ ഇമോഷണൽ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തു തുടങ്ങും. കാരണം കുറച്ചും കൂടെ കുട്ടികൾ കൂടുതൽ ടൈമും ഉണ്ടാവുന്നത് പിയേഴ്സിൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ എന്താണ്, അവർക്ക് അവരുടെ ഇമോഷണൽ ലൈഫിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരായിരിക്കും? പിയർ റിലേഷൻഷിപ്സ് ആയിരിക്കും. ഇനി അടുത്തത് അഡോളസെൻസ്. അഡോളസെൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമോഷണൽ ഡെവലപ്മെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അഡോളസെൻസ് ഈസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് എ പീരീഡ് ഓഫ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി ആൻഡ് ഇൻസ്റ്റെബിലിറ്റി. നമുക്കറിയാം അഡോളസെൻസിൽ നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്ത കാര്യമായിരിക്കും. ഇമോഷണൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും, അതുപോലെ ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതിൻ്റെ റീസൺസ് എന്താണെന്നുള്ളതും നമുക്കറിയാം. ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ഐഡൻറ്റിറ്റി ഡെവലപ്മെൻറ്റ്, നമ്മൾ എറിക്സൻ്റെ സ്റ്റേജസ് ഒക്കെ പഠിച്ചതാണ്. ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ് ഈ ഒരു അഡോളസൻസ് ഏജിൽ വരുന്ന ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഐഡൻറ്റിറ്റി ഡെവലപ്മെൻറ്റ് ക്രൈസിസ് ഒക്കെ കൊണ്ട് തന്നെ അവർക്ക് എന്താവാം, ഇമോഷണൽ ഇൻറ്റൻസിറ്റിയും ഇൻസ്റ്റെബിലിറ്റിയും ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ പ്രഷറും ഭയങ്കര കൂടുതലായിരിക്കും എന്നുള്ളത് ആണ് റീസൺസ് വരുന്നത്. ആൻഡ് അവർക്കുണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, അവർക്ക് കാണിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ്, ഭയങ്കര ഷിഫ്റ്റിംഗ് ഓഫ് മൂഡ്സ് കാണിക്കാം, ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി ഓഫ് പിയർ അപ്രൂവൽ, അതുപോലെ റൊമാൻറ്റിക് ഫീലിങ്സ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ സെൽഫ് കോൺഷ്യസ്നെസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അതായത് നമുക്കറിയാം ഈ പേഴ്സണൽ ഫാബിൾ അല്ലെങ്കിൽ ഇമാജിനറി ഓഡിയൻസ് ഒക്കെ ഭയങ്കര നമ്മൾ അഡോളസൻസിൽ പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന രണ്ട് ടേംസാണ്. ഇമാജിനറി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അത് ഈ അഡോളസൻസിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അവർക്ക് സെൽഫ് കോൺഷ്യസ്നെസ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ പേഴ്സണൽ ഫാബിൾ, അതായത്
നമുക്ക് എൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ എൻ്റെ കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്നുള്ളൊരു തോട്ട്, അതൊക്കെ വരുന്നത് ഇമോഷണൽ ഡിസ്റെഗുലേഷനും അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു അഡോളസൻസിൽ ഉണ്ടാകുന്ന ഇമോഷണൽ ഇൻറ്റൻസിറ്റിന്നും ആയിരിക്കും. അപ്പം അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി നോക്കാം. അഡോളസൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമോഷണൽ ഇൻറ്റൻസിറ്റി കൂടുന്ന സമയമാണ്. അവിടെ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക. ആൻഡ് ഏർലി അഡൾട്ട്ഹുഡിൽ നോക്കുകയാണെങ്കിൽ ഇമോഷൻസ് ബിക്കം ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് ലവ്, കരിയർ, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്. ഏർലി അഡൾട്ട്ഹുഡ് വരുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടെ പ്രാരാബ്ദങ്ങളും റെസ്പോൺസിബിലിറ്റീസ് കൂടുന്ന സമയമാണ് ഏർലി അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. അവർ കൂടുതൽ ജോബിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. അതുപോലെ വേറൊരു മാരീഡ് ലൈഫിലേക്ക് കടക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് വരുന്ന സമയമാണ് ഏർലി അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. അപ്പം അതിനോട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഇമോഷൻസ് ഒക്കെ ഉണ്ടാവുക. ഇപ്പം നല്ല രീതിയിലുള്ള ഫാമിലി റിലേഷൻഷിപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അവർക്ക് ഉണ്ടെങ്കിൽ എന്താണ്, അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ആൻഡ് കരിയറിൽ ഇപ്പം എന്തെങ്കിലും പ്രശ്നം വന്നു, അതായത് ഒരു കരിയറിൽ ജോബ് ലോസ് ആയി പോയെങ്കിൽ അവർക്ക് അതിനോട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇമോഷൻസ് ഉണ്ടാവുക. നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് കാണിക്കാം. അപ്പോൾ അങ്ങനെ നെഗറ്റീവാണോ പോസിറ്റീവാണോ അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തിനോടാണ്? റിലേഷൻഷിപ്സും അവരുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസും കരിയറും ലവും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് ബെറ്റർ ഇമോഷണൽ റെഗുലേഷൻ ആൻഡ് മെച്യൂരിറ്റി. കുറച്ചും കൂടെ കൂടുതൽ ഇമോഷണൽ മെച്യൂരിറ്റിയും ഇമോഷണൽ റെഗുലേഷനും കൂടുതൽ ഉണ്ടാവുന്നതും ഏർലി അഡൾട്ട്ഹുഡിൽ തന്നെ ആയിരിക്കും. അതിനെയും അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ ലവ്, കരിയർ, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും. മിഡിൽ അഡൾട്ട്ഹുഡിൽ നോക്കുകയാണെങ്കിൽ, മിഡിൽ അഡൾട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടെ ഒരു 40s ആയിരിക്കും. 30s 40s ഒക്കെ ആണ് മിഡിൽ അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. അതിൽ അവരുടെ ഡെവലപ്മെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ഇമോഷണൽ സ്റ്റെബിലിറ്റി, കുറച്ചും കൂടെ നന്നായിട്ട് ഏറ്റവും കൂടുതൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക മിഡിൽ അഡൾട്ട്ഹുഡിലായിരിക്കും. ആൻഡ് ബെറ്റർ കൺട്രോൾ ഓഫ് സ്ട്രെസ് വന്നാലോ അല്ലെങ്കിൽ ഡിസ്ട്രെസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് മിഡിൽ അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. ആൻഡ് ഹയർ ഇമോഷണൽ ഇൻ്റലിജൻസ് നല്ല ഹൈ ആയിരിക്കും ഈ കൂട്ടർക്ക്. അതുപോലെ ഫോക്കസ് ഓൺ മീനിങ് ഫുൾ റിലേഷൻഷിപ്സ്, അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടാകും മീനിങ് ഫുൾ റിലേഷൻഷിപ്സിലായിരിക്കും. ബാക്കി കാര്യങ്ങളൊന്നും അവരെ മാറ്റർ ചെയ്യുന്നേ ഇല്ല. അല്ലെങ്കിൽ കുറച്ച് കൂടുതലും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക മീനിങ് ഫുൾ റിലേഷൻഷിപ്സിനാണ്. ആൻഡ് അഡൾട്ട്സ് ബിക്കം മോർ സ്കിൽഡ് ഇൻ ഹാൻഡ്ലിങ് ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ്. അതായത് ഈ ഒരു ഏജിലാണ് അവർക്ക് കൂടുതലും ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ് വരുമ്പോൾ നന്നായിട്ട് ഏറ്റവും മെച്യൂർ ആയിട്ടുള്ള ഒരു ഹാൻഡ്ലിങ് എന്ന് പറയുന്നത് അവർക്ക് ഉണ്ടാവുക മിഡിൽ അഡൾട്ട്ഹുഡിലായിരിക്കും. അടുത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ടെമ്പറാമെൻ്റ് എന്ന് പറയുന്നത്. ടെമ്പറാമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ബയോളജിക്കലി ബേസ്ഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ഇമോഷണൽ റിയാക്ടിവിറ്റി ആൻഡ് സെൽഫ് റെഗുലേഷൻ ദാറ്റ് അപ്പിയർ ഏർലി ഇൻ ലൈഫ്. ഓർ സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് ഫോം ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയാം. അതായത് ഇന്നേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻബോൺ ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, നമ്മുടെ ഇമോഷൻസിനെയാണ് ടെമ്പറാമെൻ്റ് എന്ന് പറയാം. അതായത് അത് ലേൺ ചെയ്തെടുത്തതോ നമ്മൾ മെച്യൂരിറ്റിയിലൂടെ വന്നതോ ആയിരിക്കില്ല. ഇൻബോൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ടെമ്പറാമെൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഫോംസ് ദ ഫൗണ്ടേഷൻ ഓഫ് പേഴ്സണാലിറ്റി. ഈ ടെമ്പറാമെൻ്റ് നിന്നാണ് പിന്നീടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത്. ആൻഡ് ഈസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ത്രൂ ഔട്ട് ദി ലൈഫ്. ടെമ്പറാമെൻ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെടും? ഇമോഷണൽ ഇൻറ്റൻസിറ്റി വരും, ആക്ടിവിറ്റി ലെവൽ വരും, സോഷ്യബിലിറ്റി വരും, അഡാപ്റ്റബിലിറ്റി വരും. അതായത് എത്ര ഇൻറ്റൻസിറ്റിയിലാണ് നമ്മൾ ഇമോഷൻസ് കാണിക്കുന്നത്, കാമായിട്ടാണോ അതോ ഭയങ്കര അറൗസ്ഡ് ആണോ എന്നുള്ളതൊക്കെ എന്താണ്? ടെമ്പറാമെൻ്റ് ആണ്. അതുപോലെ ആക്ടിവിറ്റി ലെവൽ, ഹൈലി ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഭയങ്കര ഷൈ ആണ്, അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? ടെമ്പറാമെൻ്റ് ആണ്. അതുപോലെ സോഷ്യബിലിറ്റി, അഡാപ്റ്റബിലിറ്റി. ടെമ്പറാമെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് അടുത്ത് പറയുന്നത്. 3 ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വണ് തോമസ് ആൻഡ് ചെസ് ക്ലാസിഫിക്കേഷൻ. തോമസ് ആൻഡ് ചെസ് ഐഡൻറ്റിഫൈഡ് 3 ബേസിക് ടെമ്പറാമെൻറ്റ് ടൈപ്സ് ആഫ്റ്റർ സ്റ്റഡിയിങ് ഇൻഫൻസ്.
തോമസ് ആൻഡ് ചെസ് പറഞ്ഞിട്ടുള്ളത് 3 ക്ലാസിഫിക്കേഷനാണ്. അതായത് ടെമ്പറാമെൻറ്റ് 3 ടൈപ്സ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇൻഫൻസിലാണ് അവർ സ്റ്റഡി നടത്തിയിട്ടുള്ളതെന്നും കൂടെ ഓർത്ത് വെക്കുക. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ടെമ്പറാമെൻ്റ് ആണ് ഈസി ചൈൽഡ്. ഈസി ചൈൽഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ റെഗുലർ ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ് പാറ്റേൺസ്, അതായത് എല്ലാം ഒരു മിതമായിട്ടുള്ള അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഈസി ചൈൽഡ് എന്ന് പറയുന്ന കൂട്ടർ കാണിക്കുക. റെഗുലർ ഈറ്റിംഗ് പാറ്റേൺ ഉണ്ടാവും, അതുപോലെ സ്ലീപ്പിംഗ് പാറ്റേൺ ഉണ്ടാവും, എപ്പോഴും ഒരു ചിയർഫുൾ മൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അതുപോലെ പുതിയ പുതിയ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അവർ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും ഈസി ചൈൽഡ് എന്ന് പറയുന്നത്. ഈ ചിൽഡ്രനിൽ 40% ആൾക്കാരും, ഓൾമോസ്റ്റ് 40% ആൾക്കാരും എന്താണ് ഈസി ചൈൽഡ് കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരായിരിക്കും. ഈസി ചൈൽഡ് എന്ന് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ശ്രദ്ധിക്കുക. റെഗുലർ ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ് പാറ്റേൺസ് ഉണ്ടാവും, ചിയർഫുൾ മൂഡായിരിക്കും, അഡാപ്റ്റ്സ് ഈസിലി ടു ന്യൂ സിറ്റുവേഷൻസ്. ആൻഡ് സെക്കൻഡ് ടൈപ്പാണ് ഡിഫിക്കൽട്ട് ചൈൽഡ് എന്ന് പറയുന്നത്. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇറഗുലർ ബയോളജിക്കൽ റിതം, അതായത് സ്ലീപ്പിംഗ് പാറ്റേൺ, ഈറ്റിംഗ് പാറ്റേൺ ഒക്കെ ഭയങ്കര ഇറഗുലർ ആയിരിക്കും, കൃത്യസമയത്തൊന്നും ഫുഡ് കഴിക്കൂല, ഉറങ്ങൂല, ആ ഒരു ടൈപ്പായിരിക്കും ഡിഫിക്കൽട്ട് ചൈൽഡ് വരുന്നത്. ആൻഡ് അവരുടെ റിയാക്ഷൻസ്, ഇമോഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ടായിരിക്കും കാണിക്കുക. അതായത് അവർ ഭയങ്കര കൂടുതൽ കരയുക, ബഹളം ഉണ്ടാക്കുക, അങ്ങനത്തെ ടൈപ്പായിരിക്കും ഡിഫിക്കൽട്ട് ചൈൽഡ്. പിന്നെ കൂടുതലും അവർക്ക് പോസിറ്റീവ് ഇമോഷൻസിനേക്കാളും ഉണ്ടാവുക നെഗറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് മൂഡും ആയിരിക്കും. ആൻഡ് അവർക്ക് ന്യൂ സിറ്റുവേഷൻസിനോട് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് നോക്കുക, ഈസി ചൈൽഡിൻ്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത് ഡിഫിക്കൽട്ട് ചൈൽഡ് എന്ന് പറയുന്നത്. ആൻഡ് വളരെ കുറച്ച് ആൾക്കാർ, അതായത് അബൌട്ട് 10% കുട്ടികൾ മാത്രമേ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരുള്ളൂ. ആൻഡ് തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് സ്ലോ ടു വാം അപ്പ് ചൈൽഡ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ലോ ആക്ടിവിറ്റി ലെവൽ, അതായത് അവർ ഭയങ്കര പെർഫോമിങ് ആയിരിക്കില്ല, കുറച്ച് ഷൈ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ നെഗറ്റീവ് മൂഡ് എന്ന് പറയുന്നത് കുറച്ച് മൈൽഡ് നെഗറ്റീവ് മൂഡ്സ് ആയിരിക്കും കാണിക്കുക. പുതിയൊരു സിറ്റുവേഷനോട് ഉള്ള അഡാപ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ സ്ലോ ആയിട്ടായിരിക്കും അഡാപ്റ്റ് ചെയ്യുക. ഡിഫിക്കൽട്ട് ചൈൽഡിനെ പോലെ തീരെ അഡാപ്റ്റ് ചെയ്യൂല എന്നല്ല, എന്നാലും സ്ലോ ആയിട്ടായിരിക്കും അഡാപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സ്ലോ ടു വാം അപ്പ് ചൈൽഡ് എന്ന് പറയുമ്പോൾ ഒരു ഡിഫിക്കൽട്ട് ചൈൽഡിൻ്റെയും ഈസി ചൈൽഡിൻ്റെയും ഇടയിൽ വരുന്ന ആൾക്കാരായിരിക്കും. അതായത് ഈസി ചൈൽഡിൻ്റെ അത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലി ചിയർഫുൾ ആയിരിക്കില്ല, കുറച്ച് ആക്ടിവിറ്റി ലെവൽ കുറവായിരിക്കും. എന്നാലും ഡിഫിക്കൽട്ട് ചൈൽഡിൻ്റെ അത്ര ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള നെഗറ്റീവ് മൂഡായിരിക്കില്ല കാണിക്കുന്നത്, മൈൽഡ് നെഗറ്റീവ് മൂഡാണ് കാണിക്കുന്നത്. അതുപോലെ ഈസി ചൈൽഡിൻ്റെ അത്ര പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യൂല, പക്ഷേ ഡിഫിക്കൽട്ട് ചൈൽഡിൻ്റെ അത്ര തീരെ അഡാപ്റ്റ് ചെയ്യാണ്ടിരിക്കുകയും ചെയ്യൂല, സ്ലോലി അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഈ കൂട്ടർ വരുന്നത് ചിൽഡ്രനിൽ 15% ആണ് പറയുന്നത്, അബൌട്ട് 15%. അപ്പം ഡിഫിക്കൽട്ട് ചൈൽഡാണ് ഏറ്റവും കുറവ് വരുന്നത്, ഈസി ചൈൽഡാണ് ഏറ്റവും കൂടുതൽ 40% വരുന്നത്, ആൻഡ് 15% നോക്കുവാണെങ്കിൽ സ്ലോ ടു വാം അപ്പ് ചൈൽഡാണ്. അപ്പം ഓർഡർ വരുവാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഈസി ചൈൽഡ്, പിന്നെ സ്ലോ ടു വാം അപ്പ് ചൈൽഡ്, ആൻഡ് ഡിഫിക്കൽട്ട് ചൈൽഡ് തേർഡ് വൺ. അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ്, നമ്മളിപ്പോൾ പറഞ്ഞത് ആരുടെ ക്ലാസിഫിക്കേഷനാണ്, തോമസ് അവരുടെ ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് കഗൻസ് ക്ലാസിഫിക്കേഷൻ. ജെറോം കഗനാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലവർ മെയിനായിട്ട് പറഞ്ഞത് 2 ടൈപ്പ് ഓഫ് ടെമ്പറാമെൻറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഇൻഹിബിറ്റഡ് ചിൽഡ്രനും, 2 അൺഹിബിറ്റഡ് ചിൽഡ്രനും. ഇൻഹിബിറ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഷൈ ആയിരിക്കും, അതുപോലെ പുതിയ സിറ്റുവേഷൻസിനോട് ഫിയർഫുൾ ആയിരിക്കും, അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ അൺഫെമിലിയർ പീപ്പിളിനെ, അൺഫെമിലിയർ സിറ്റുവേഷൻസിനൊക്കെ അവരെന്താക്കും, അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇൻഹിബിറ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ആൻഡ് അൺഇൻഹിബിറ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ നല്ല സോഷ്യബിൾ ആയിരിക്കും, ബോൾഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, നല്ല ഔട്ട് ഗോയിങ് ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഇൻട്രോവേർഷൻ എക്സ്ട്രോവേർഷൻ ലെവലിൽ ചിന്തിച്ചാലും മതി. ഇൻഹിബിറ്റഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ഓഫ് ചിൽഡ്രൻ ആയിരിക്കും, അൺഇൻഹിബിറ്റഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രോവേർട്ട് ടൈപ്പ് ഓഫ് ചിൽഡ്രൻ ആയിരിക്കും. അതാണ് കഗൻസ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്.
And Kagan suggested temperament is related to biological factors such as brain reactivity. ഇത് കുട്ടികൾ ഇൻഹിബിറ്റഡ് ആണോ അൺഇൻഹിബിറ്റഡ് ആണോ എന്നുള്ളത് ബേസ് ചെയ്തിരിക്കുന്നത് അവരുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ബ്രെയിൻ റിയാക്ടിവിറ്റി പോലുള്ള ബയോളജിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക എന്നുള്ളതാണ് കഗൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് തേർഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് റോത്ബാർഡ്സ് ടെമ്പറാമെന്റ് മോഡൽ. റോത്ബാർഡ്സ് ടെമ്പറാമെന്റ് മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത് മാരി റോത്ബാർഡ് ആണ്. ഇവരും മെയിനായിട്ടും 3 ടൈപ്പ് ടെമ്പറാമെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ സർജൻസി ഓർ എക്സ്ട്രാവേർഷൻ, അതായത് ആക്ടിവിറ്റി ലെവൽ നല്ല കൂടുതലായിരിക്കും, അവർ ഭയങ്കര സോഷ്യബിൾ ആയിരിക്കും, നല്ല പോസിറ്റീവ് ഇമോഷൻസ് കാണിക്കും. ആൻഡ് സെക്കൻഡ് ടൈപ്പാണ് നെഗറ്റീവ് എഫക്റ്റ്. നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, ഫിയർ, ആങ്കർ, ഫ്രസ്ട്രേഷൻ പോലുള്ള നെഗറ്റീവ് എഫക്ട്സ് ആണ് അവർ കൂടുതൽ കാണിക്കുക. ആൻഡ് തേർഡ് വൺ ഈസ് എഫേർട്ട്ഫുൾ കൺട്രോൾ, അതായത് അവർ കുറച്ചും കൂടെ സെൽഫ് റെഗുലേഷനും അറ്റൻഷൻ കൺട്രോളും ഒക്കെ ഉള്ള കൂട്ടത്തിലുള്ള ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾ 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് തോമസ് ആൻഡ് ചെസ് ക്ലാസിഫിക്കേഷൻ, അതിൽ 3 ടൈപ്പ് ഉള്ളത് ഈസി ചൈൽഡ്, ഡിഫിക്കൽട്ട് ചൈൽഡ് ആൻഡ് സ്ലോ ടു വാം അപ്പ് ചൈൽഡ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കഗൻസ് ക്ലാസിഫിക്കേഷൻ, അതിൽ 2 ടൈപ്പ് ടെമ്പറാമെൻ്റ് ഉള്ളത്, ഇൻഹിബിറ്റഡും അൺഇൻഹിബിറ്റഡ് ചിൽഡ്രനും. പിന്നെ തേർഡ് വൺ ആണ് റോത്ബാർഡ്സ് ടെമ്പറാമെന്റ് മോഡൽ, അതിൽ 3 ടൈപ്പാണ് ഉള്ളത്, സർജൻസി ഓർ എക്സ്ട്രാവേർഷൻ, നെഗറ്റീവ് എഫക്റ്റ്, എഫേർട്ട്ഫുൾ കൺട്രോൾ. അപ്പം ടെമ്പറാമെന്റ് എന്താണെന്നും ടെമ്പറാമെന്റിന്റെ 3 ക്ലാസിഫിക്കേഷൻ എന്താണെന്നും ആരൊക്കെയാണ് അത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അതിൻ്റെ അടുത്തതാണ് സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് കോൺസെപ്റ്റ്, ഐഡന്റിറ്റി ആൻഡ് ഇമോഷണൽ അവയർനെസ്. നമ്മൾ ആരാണ്, നമുക്ക് എന്താവണം എന്നൊക്കെ ഉള്ളത് അതിനെ പറ്റിയിട്ടുള്ള ഡെവലപ്മെന്റ്, സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക, ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് സെൽഫ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൂ വൺ ഈസ്, അതായത് ഞാൻ ആരാണ്, അല്ലെങ്കിൽ ഒരു കുട്ടി അവൾ അല്ലെങ്കിൽ അവൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് സെൽഫ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബിലീഫ്സ് അബൌട്ട് എബിലിറ്റീസ്, പേഴ്സണാലിറ്റി ആൻഡ് റോൾസ്. അതായത് എനിക്ക് ഇന്ന എബിലിറ്റീസ് ഉണ്ട്, ഐ എം സ്മാർട്ട് അല്ലെങ്കിൽ ഐ എം കോൺഫിഡൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു കുട്ടി പറയുവാണെങ്കിൽ അത് അവരുടെ സെൽഫ് കോൺസെപ്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. എബിലിറ്റീസ്, പേഴ്സണാലിറ്റി ആൻഡ് റോൾസ്. സെൽഫ് ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ത്രൂ ഇൻട്രാക്ഷൻ വിത്ത് ഫാമിലി, പിയേഴ്സ് ആൻഡ് സൊസൈറ്റി. ഏറ്റവും കൂടുതൽ സെൽഫ് ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ആയിരിക്കും, അതുപോലെ പിയേഴ്സും സൊസൈറ്റിയും ആയിരിക്കും. ഇത്ര ജസ്റ്റ് സെൽഫ് ഡെവലപ്മെൻറ്റ് ഇത്ര ഇങ്ങനെ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്താൽ മതി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സെൽഫ് കോൺസെപ്റ്റും ഐഡൻറ്റിറ്റിയും ഇമോഷണൽ അവയർനെസ്സും ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്താൽ മതി. ഇത്ര സിമ്പിളായിട്ടല്ല, എന്നാലും കുറച്ചും കൂടെ ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് സെൽഫ് ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത് പറയാം. പിന്നെ ഓരോരുത്തരെയും ഇമോഷണൽ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെൻറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, ഫാമിലി, പിയർ, സൊസൈറ്റി. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. അതിൽ ഫസ്റ്റ് വൺ ആണ് റോൾ ഓഫ് ഫാമിലി ഇൻ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. ഫാമിലിയുടെ റോൾ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർ ഫസ്റ്റ് എല്ലാ കാര്യങ്ങളും ലേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? ഫാമിലിയാണ്. ഫാമിലി ഈസ് ദ ഫസ്റ്റ് സോഷ്യൽ എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസിങ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പം ഫാമിലീൻ്റെ ഒരു ഫങ്ഷൻസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ അറ്റാച്ച്മെൻറ്റ് ഫോർമേഷൻ. അറ്റാച്ച്മെൻറ്റ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു മദറും ഇൻഫൻറ്റും തമ്മിലുള്ള ഒരു ബോണ്ട് അല്ലെങ്കിൽ ആ ഒരു തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുക? അറ്റാച്ച്മെൻറ്റ് എന്ന് പറയാം. അറ്റാച്ച്മെൻറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. അവിടെ ഒരു സെക്യൂർ അറ്റാച്ച്മെൻ്റ് ആണ് കുട്ടിക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഏതൊക്കെയാണ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് എന്നുള്ളത് എഴുതാം. സെക്യൂർ അറ്റാച്ച്മെൻറ്റ്, അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ്, ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ്, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് സെക്യൂർ അറ്റാച്ച്മെൻ്റ് ആണെന്നുള്ളത് പറയാം. എന്നിട്ട് സെക്യൂർ അറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഹെൽപ്പ് എന്താണ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്താണ്, അവരുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിന് അത് എത്രത്തോളം നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് എഴുതാം. അപ്പോൾ സെക്യൂർ അറ്റാച്ച്മെൻ്റ് ആണെങ്കിലാണ് കുട്ടികൾക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി കുറച്ചും കൂടെ നന്നായിട്ട് ഉണ്ടാവുക.
And second function of family is emotional socialization. Emotional socialization എന്ന് പറയുമ്പോൾ parents teach children how to express and regulate emotions. അതായത് പാരൻസിൻ്റെ അടുത്ത് നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും എങ്ങനെയാണെന്നുള്ളത് പഠിക്കുന്നത് പാരൻസിൻ്റെ അടുത്ത് നിന്നാണ്. ആൻഡ് മോഡലിംഗ് ബിഹേവിയർ, അതും ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെപ്പോഴും എന്താണ് അവരുടെ പാരൻസിനെ അല്ലെങ്കിൽ അവരുടെ എൽഡേഴ്സിനെ എന്താക്കാണ് ചെയ്യുന്നത്, ഫാമിലിയിൽ നിന്ന് അവരെന്താണോ കാണുന്നത് അതാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇമിറ്റേഷനാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് മോഡലിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. ആൻഡ് സപ്പോർട്ട് ആൻഡ് സെക്യൂരിറ്റി, ലാസ്റ്റ് വൺ. അതായത് ഫാമിലിയിൽ നിന്നാണ് അവർക്ക് എന്ത് കിട്ടേണ്ടത്, സപ്പോർട്ടും സെക്യൂരിറ്റിയും കിട്ടേണ്ടത്. ഫാമിലിയാണ് ഇമോഷണൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആൻഡ് വാം ആൻഡ് റെസ്പോൺസീവ് പാരൻറ്റിങ് ലീഡ്സ് ടു ബെറ്റർ ഇമോഷണൽ കോമ്പിറ്റൻസ്. അതായത് പാരൻറ്റിങ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ പാരൻറ്റിങ് സ്റ്റൈൽസും കൊടുക്കാം. എന്നിട്ട് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിനെ പറ്റി പറയാം. അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് ആണ് കൂടുതൽ കുട്ടികളെ ഇമോഷണൽ കോമ്പിറ്റൻസിലേക്ക് വളർത്തിയെടുക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് കാര്യങ്ങൾ എഴുതാൻ പറ്റുന്നതാണ്. ആൻഡ് പാരൻറ്റിങ് സ്റ്റൈൽസ് ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. പാരൻറ്റിങ് സ്റ്റൈൽസ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഔട്ട്കംസ്. അതായത് നമുക്കറിയാം പാരൻറ്റിങ് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടായിരിക്കും കുട്ടികളുടെ ഇമോഷൻസ് എങ്ങനെയാണെന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് വൺ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്. അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പാരൻസ് നല്ല വാമായിരിക്കും, പക്ഷെ ആവശ്യത്തിന് സ്ട്രിക്ട്നെസ് കാണിക്കുന്നുണ്ടാവും, ഫേംനെസ് കാണിക്കുന്നുണ്ടാവും. അതാണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്. അതായത് കുട്ടികൾക്ക് വേണ്ടതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നല്ല ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, പക്ഷെ എന്താണ് വേണ്ടടുത്ത് സ്ട്രിക്റ്റ് ആവുന്നുണ്ട്. ഇതാണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്. ആൻഡ് ഇൻഡിപെൻഡൻസിനെ എൻകറേജ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ആണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഇമോഷണലി സെക്യൂർ ചിൽഡ്രൻ. കുറച്ചും കൂടി ഇമോഷണലി സെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് ആർക്ക്, അതോറിറ്റേറ്റീവ് പാരൻസിന്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അതോറിറ്റേറിയൻ പാരൻറ്റിങ്. അതോറിറ്റേറിയൻ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓവർലി സ്ട്രിക്റ്റും കൺട്രോളിങ്ങും കാണിക്കുന്ന ടൈപ്പ് ഓഫ് പാരൻസ് ആയിരിക്കും. അതായത് കുട്ടികളുടെ ഇമോഷണൽ നീഡ്സ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. എപ്പോഴും സ്ട്രിക്റ്റ് ആണ്, എപ്പോഴും കൺട്രോളിങ് ആണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് അതോറിറ്റേറിയൻ പാരൻറ്റിങ്സ്. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഫിയർഫുൾ ഓർ വിത്ഡ്രോൺ ചിൽഡ്രൻ. ഇങ്ങനെ ഉള്ള പാരൻസിൻ്റെ മക്കൾ എപ്പോഴും എന്തായിരിക്കും, ഭയങ്കര ഫിയർഫുൾ, എപ്പോഴും പേടിയുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ എപ്പോഴും ഇമോഷണലി വിത്ഡ്രോൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ആൻഡ് തേർഡ് ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ആണ് പെർമിസീവ് പാരൻറ്റിങ്. പെർമിസീവ് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർലി കെയറിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓവർ ലീനിയൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതായത് കുട്ടിക്ക് വേണ്ടതൊക്കെ പ്രൊവൈഡ് ചെയ്യാം, എന്നാൽ എവിടെയും ഒരു തരത്തിലുള്ള കൺട്രോളും ചെയ്യാത്ത ടൈപ്പ് ഓഫ് ആൾക്കാരാണ് പെർമിസീവ് പാരൻറ്റിങ്. എപ്പോഴും പെർമിഷൻ എന്ത് ഉണ്ടെങ്കിലും കുട്ടിക്ക് പെർമിഷൻ ഉള്ള ഒരു ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ആണ് പെർമിസീവ് പാരൻറ്റിങ്. ഇവിടെ ചിൽഡ്രൻ മേ ലാക്ക് ഇമോഷണൽ കൺട്രോൾ. ഇവർക്ക് എല്ലാം അപ്പം കിട്ടുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരല്ലേ. അപ്പോൾ അവർക്ക് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇമോഷൻ കൺട്രോളോ അല്ലെങ്കിൽ റെഗുലേഷനോ അവർക്ക് ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ പെർമിസീവ് പാരൻറ്റിങ് എപ്പോഴും ലാക്ക് ഓഫ് ഇമോഷണൽ കൺട്രോളിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് നെഗ്ലെക്ട്ഫുൾ പാരൻറ്റിങ്. നെഗ്ലെക്ട്ഫുൾ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ പേരിലുള്ള പോലെ തന്നെ എപ്പോഴും കുട്ടികളെ നെഗ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അവർക്ക് തീരെ കെയർ കൊടുക്കുന്നില്ല, എന്നാൽ സ്ട്രിക്ട്നെസ്സും കാണിക്കുന്നില്ല, ഒന്നുമില്ല, ഒരു കൺട്രോളും ഇല്ല, വാംത്തും ഇല്ല. ആ ഒരു ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ആണ് നെഗ്ലെക്ട്ഫുൾ പാരൻറ്റിങ്. ഇത് ലീഡ്സ് ടു പുവർ ഇമോഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇങ്ങനെയുള്ള കുട്ടികൾക്കും എന്താണ് ഇമോഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പം ഏറ്റവും കൂടുതൽ ഇമോഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുക ആർക്കായിരിക്കും, അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് കിട്ടിയ കുട്ടികളായിരിക്കും ഇമോഷണലി സെക്യൂർ ആയിട്ട് ഉണ്ടാവുക. ആൻഡ് ബാക്കി 3 ടൈപ്പിലും ഇമോഷണലി കുറച്ച് വീക്കായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഇതൊക്കെ എക്സാമിന് വരുന്ന സമയത്ത് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എങ്ങനെയാണ്, പാരൻസ് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് എഴുതുക. അതുപോലെ അതിൽ ഏറ്റവും നല്ലത് ഏതാണ്, മോശം ഏതാണെന്നൊക്കെ ഉള്ളത് എഴുതിയിട്ട് അതെങ്ങനെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യും, അല്ലെങ്കിൽ ഇമോഷൻ അതെങ്ങനെ മോശമായിട്ട് ബാധിക്കും എന്നുള്ള രീതിയിലൊക്കെ എഴുതാണ് ചെയ്യേണ്ടത്. ആൻഡ് അടുത്തതാണ് നമ്മൾ പറഞ്ഞു ഫാമിലി കഴിഞ്ഞാൽ പിന്നെ
ചൈൽഡിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ് പിയർ റിലേഷൻസ് എന്ന് പറയുന്നത്. വീട് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ കൂടുതൽ ഏറ്റവും ഉണ്ടാവുന്നത് എവിടെയാണ്? സ്കൂളിലാണ്, അല്ലെങ്കിൽ അവരുടെ പിയർ ഗ്രൂപ്പിൻ്റെ അടുത്താണ് അവർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പിയേഴ്സ് പ്ലേ എ മേജർ റോൾ ഇൻ എസ്പെഷ്യലി ഇൻ മിഡിൽ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. അഡോളസൻസിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പിയർ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. പാരൻസിൻ്റെ ഒപ്പീനിയനൊന്നും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിലും അവരെന്താണ് പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ പിയർ റിലേഷൻസ് പറയുന്ന ഒപ്പീനിയൻസിനോട് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏജ് ആണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പിയർ റിലേഷൻസിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. നല്ല പിയർ റിലേഷൻസ് ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഇമോഷണൽ സപ്പോർട്ട് കിട്ടും. ഇനിയിപ്പം മോശം രീതിയിലുള്ള പിയർ ഗ്രൂപ്പ് ആണെങ്കിൽ എന്താണ്? മോശം രീതിയിലുള്ള ഇമോഷണൽ സപ്പോർട്ടായിരിക്കും കിട്ടുക. അതായത് മോശം കാര്യങ്ങൾ ചെയ്യാനുള്ള സപ്പോർട്ട് കിട്ടും. ആൻഡ് ലേണിംഗ് സോഷ്യൽ സ്കിൽസ്. ഒരു കുട്ടി സോഷ്യൽ സ്കിൽസ് പഠിക്കുന്നത് കൂടുതലും സ്കൂളിൽ എത്തിക്കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ ബാക്കി പിയർ റിലേഷൻസ് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിൻ്റെ അടുത്ത് നിന്ന് ലേൺ ചെയ്തിട്ടാണ് അവർ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ എമ്പതി ഡെവലപ്പ് ചെയ്യുന്നത് അവർ മറ്റുള്ള കുട്ടികളെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ അവരോടുള്ള റിലേഷൻഷിപ്പിലാണ് എമ്പതി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഐഡൻറ്റിറ്റി ഫോർമേഷൻ. നമുക്കറിയാം ചൈൽഡ്ഹുഡിൽ ഏറ്റവും, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിനേക്കാളും കുറച്ചും കൂടെ ഏറ്റവും കൂടുതൽ അഡോളസൻസ് ഏജിൽ ഉണ്ടാവുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യമാണ് ഐഡൻറ്റിറ്റി ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? പിയർ റിലേഷൻസ് ആണ്. ആൻഡ് ലേണിംഗ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിനെങ്ങനെ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ അതിനെങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളത് പഠിക്കുന്നത് കുട്ടികൾ പിയർ റിലേഷൻസിലൂടെയാണ്. അപ്പം പിയർ റിലേഷൻസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇമോഷണൽ സപ്പോർട്ട്, ലേണിംഗ് സോഷ്യൽ സ്കിൽസ്, ഡെവലപ്പിംഗ് എംപതി, ഐഡൻറ്റിറ്റി ഫോർമേഷൻ, ലേണിംഗ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ആൻഡ് പുവർ ആക്സെപ്റ്റൻസ് ഇംപ്രൂവ്സ് സെൽഫ് എസ്റ്റീം. പിയർ ആക്സെപ്റ്റൻസ് ഇംപ്രൂവ്സ് സെൽഫ് എസ്റ്റീം ആൻഡ് ഇമോഷണൽ വെൽബീയിങ്. അതായത് പിയർ ഗ്രൂപ്പിൻ്റെ അടുത്ത് നിന്ന് നല്ലൊരു ആക്സെപ്റ്റൻസ് ആണ് കുട്ടികൾക്ക് കിട്ടുന്നതെങ്കിൽ അത് അവരുടെ സെൽഫ് എസ്റ്റീമിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇമോഷണൽ വെൽബീയിങ്ങിനെയും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അഡൾട്ട്ഹുഡിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ അഡൾട്ട്ഹുഡിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്ലോസ് റിലേഷൻഷിപ്സിനായിരിക്കും. അവരുടെ ഇമോഷൻസ് ബേസ് ചെയ്തിട്ടിരിക്കുന്നതും ആ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സിന് സറൗണ്ട് ചെയ്തിട്ടായിരിക്കും. അപ്പം ടൈപ്സ് ഓഫ് ക്ലോസ് റിലേഷൻഷിപ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പം എപ്പോഴും കൂടുതൽ ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ ഷെയർഡ് ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളാണ് ഫ്രണ്ട്ഷിപ്പിൽ വരുന്നത്. അതിലൂടെ അവർക്ക് എന്താക്കാൻ പറ്റുന്നുണ്ട്? ഇമോഷണൽ സപ്പോർട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് റൊമാൻറ്റിക് റിലേഷൻഷിപ്സ്. റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ ഉണ്ടാവുക ലവ്, കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഇമോഷണൽ ഇൻറ്റിമസി. അതിലൂടെയും അവർക്ക് എന്താ കിട്ടുന്നത്? ബേസിക്കലി അവർക്ക് ഇമോഷണൽ ഡെവലപ്മെൻറ്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ അഡോളസൻസ് അല്ലെങ്കിൽ അഡൾട്ട്ഹുഡിലാണ് കൂടുതലും നമ്മൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ഫാമിലി റിലേഷൻഷിപ്സ്. ഫാമിലി റിലേഷൻഷിപ്സിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എല്ലാ രീതിയിലുള്ള, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം അത് കുറച്ചും കൂടെ ചിൽഡ്രൻ്റെ കേസിലാണ് പറഞ്ഞത്. എന്നാലും അത് വൈസ് വേഴ്സ എങ്ങനെയാണ് അഡൾട്ട്സിന് കുട്ടികളുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്തുനിന്ന് കിട്ടുന്നതെന്നുള്ളതാണ് ഇവിടെ അഡൾട്ട്ഹുഡിൽ ഫാമിലി റിലേഷൻഷിപ്സ് പറയുന്നത്. സപ്പോർട്ടിങ്ങും അവർ കെയർ ഗിവിങ് റോള് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു പാരൻറ്റിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ വെൽബീയിങ് ഉണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹെൽത്തി റിലേഷൻഷിപ്സ് കോൺട്രിബ്യൂട്ട് ടു സൈക്കോളജിക്കൽ വെൽബീയിങ് ആൻഡ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ. നല്ലൊരു റിലേഷൻഷിപ്പ് അവർക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഫാമിലി റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പോ ഫ്രണ്ട്ഷിപ്പോ ഉണ്ടെങ്കിൽ എന്താണ്? അവരുടെ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനെയും ഇമോഷണൽ വെൽബീയിങ്ങിനെയും ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ആസ് എ ഹോൾ അവർക്ക് എന്താണ്? നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് അഡൾട്ട് ലൈഫ് ചേഞ്ചസ് ആണ് എടുത്ത് പറയുന്നത്. അതായത് അഡൾട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം കുറേ ട്രാൻസിഷൻസ് നടക്കുന്ന സമയമാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കരിയർ ഡെവലപ്മെൻറ്റ്, അവരൊരു കരിയറിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയമായിരിക്കും.
അല്ലെങ്കിൽ കരിയർ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയമായിരിക്കും. അതുപോലെ മാരേജ്, പാരൻറ്ഹുഡ്, മിഡ് ലൈഫ് ചേഞ്ചസിലൊക്കെ ഇൻക്ലൂഡ് ആവുന്ന ഒരു ഏജ് ആണ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. അതുപോലെ അവർക്ക് നല്ല ഏജിങ് സംഭവിക്കുന്നതോടുകൂടെ റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഇമോഷണൽ ഡിസ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ അതുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കുറേ ലൈഫ് ട്രാൻസിഷൻസ് നടക്കുന്ന ഒരു ഏജ് ആണ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. ദീസ് ട്രാൻസിഷൻ എഫക്ട് ഇമോഷണൽ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ഐഡന്റിറ്റി. അത് അവരുടെ ഇമോഷൻസിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മൾ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ നോക്കാം. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയുകയാണെങ്കിൽ അവരുടെ ട്രാൻസിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കാം. കരിയർ ഡെവലപ്മെൻറ്റ്, മാരേജ്, പാരൻറ്ഹുഡ്, മിഡ് ലൈഫ് ചേഞ്ചസ്, ഏജിങ്, ഇതൊക്കെ എങ്ങനെയാണ് ഇമോഷണൽ അഡ്ജസ്റ്റ്മെൻറ്റിനെയും ഐഡൻറ്റിറ്റി ഡെവലപ്മെൻറ്റിനും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളത് എഴുതാം. മാരേജ് ആൻഡ് ഫാമിലി ഇൻ അഡൾട്ട്ഹുഡ് നോക്കുവാണെങ്കിൽ, മാരേജ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ഇമോഷണൽ ലൈഫിനെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ആണ് മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ മാരേജിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇമോഷണൽ കമ്പാനിയൻഷിപ്പ്, എക്കണോമിക് കോപ്പറേഷൻ, ചൈൽഡ് റെയറിങ്, സോഷ്യൽ സപ്പോർട്ട്. അതായത് മാരേജ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കമ്പാനിയൻഷിപ്പാണ്. അതായത് രണ്ട് പേരുടെ ഇമോഷണൽ കമ്പാനിയൻഷിപ്പാണ് അവിടെ വരുന്നത്. രണ്ട് പേര് ഇമോഷൻസ് ഷെയർ ചെയ്യുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും, അവർ രണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. അതൊക്കെ എന്താണ്? ഇമോഷണൽ കമ്പാനിയൻഷിപ്പിൽ വരുന്നതാണ്. ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ, അതായത് ഫൈനാൻഷ്യലി അവർക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ വരുന്നത് ഒരു അഡൾട്ട്ഹുഡ് ഏജിലായിരിക്കും. ആൻഡ് ചൈൽഡ് റെയറിങ്, അഡൾട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ അറിയാം പാരൻറ്ഹുഡിലേക്ക് അവർ കടക്കുന്ന സമയമായിരിക്കും. അപ്പം ചൈൽഡ് റെയറിങ്ങിൽ കൂടെ അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മറൈറ്റൽ സാറ്റിസ്ഫാക്ഷൻ. ഒരു മാരേജ് റിലേഷൻഷിപ്പിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ, ഇമോഷണൽ സപ്പോർട്ട്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് ഷെയർഡ് വാല്യൂസ്. അതായത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ ആയാലും ബാക്കി എനി കമ്മ്യൂണിക്കേഷൻ ആയാലും നല്ലൊരു ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താണ്, അവർക്ക് നല്ലൊരു മാരിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഇമോഷണൽ സപ്പോർട്ട്, പാർട്ട്നേഴ്സ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാവുക. എന്ത് ഇമോഷണൽ നീഡ്സ് ഉണ്ടായാലും അത് അവരെ തമ്മിൽ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത്. ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. നമുക്കറിയാം മാരേജ് എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്പോസിറ്റുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ മാരേജിൽ ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള സമയത്ത് അവർ തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, പക്ഷെ അത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് റിസോൾവ് ചെയ്യുന്നതിനാണ് ഇവിടെ ഉദ്ദേശിച്ചത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ആൻഡ് ഷെയർഡ് വാല്യൂസ്, അവർ തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉള്ളതുപോലെ തന്നെ അവർ തമ്മിൽ ഉണ്ടാവും ഷെയർഡ് വാല്യൂസും കൂടെ ഉണ്ടാവും. അതൊക്കെയാണ് മാരിറ്റൽ സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതൊക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എന്താണ്, ഇതൊക്കെ നമുക്ക് ഇമോഷണൽ ഡെവലപ്മെൻറ്റിനേക്കും ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കുക. ഹെൽത്തി മാരേജസ് കോൺട്രിബ്യൂട്ട് ടു ബെറ്റർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ബെറ്റർ ഇമോഷണൽ സ്റ്റെബിലിറ്റി. സോ ഇത്രയാണ് നമുക്ക് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പം നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഓരോ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലും എന്താണ് ഇമോഷണൽ മൈൽ സ്റ്റോൺ എന്നുള്ളത് സിമ്പിളായിട്ട് ഓർത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ചുറ്റിലും കാണുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളായാലും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണെങ്കിലും അതൊക്കെ വെച്ചിട്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ നോക്കുക. ഞാനിപ്പം ഇതിൽ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് അതെങ്ങനെയാണ് ഇമോഷനിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് പറയുക ചെയ്തത്. അപ്പം അത് കൂടുതൽ നമുക്ക് നമ്മുടെ സ്വന്തം എക്സാമ്പിൾസ് വെച്ചിട്ട് എഴുതുന്ന സമയത്താണ് അത് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് ടീച്ചേഴ്സിനാണെങ്കിലും, അതായത് ആൻസർ ഷീറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വന്തം എക്സ്പീരിയൻസസ് എന്ന് എഴുതുന്ന സമയത്താണ് അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ ആ ഒരു ലെവലിൽ എഴുതാൻ ശ്രമിക്കാം. സോ ഇത്രയാണ് നമുക്ക് ഇമോഷണൽ ഡെവലപ്മെൻറ്റിൽ പറയാനുള്ളത്. താങ്ക് യു.